ഹലോ, വെൽക്കം ടു ഐഫ. നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ UGC നെറ്റ് ഹിസ്റ്ററി സബ്ജക്റ്റിൻ്റെ സിലബസ് അനാലിസിസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം നമ്മുടെ ഹിസ്റ്ററിയുടെ സിലബസ് വന്നിട്ട് ഒന്നുകൂടി വാസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് ഏരിയാസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സിലബസ് ആണ്. എന്നാൽ നമ്മൾ കൃത്യമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്ത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ഏരിയാസ് കവർ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു സിലബസ് കൂടിയാണ്. നമുക്കറിയാം 10 യൂണിറ്റുകളാണ്. അതിൽ 4 പാർട്ടായിട്ട് ആൻഷ്യൻ്റ്, മിഡീവൽ, മോഡേൺ, അതുപോലെ നമുക്ക് ലാസ്റ്റ് യൂണിറ്റ് 10th യൂണിറ്റ് വന്നിട്ട് ഹിസ്റ്റോറിയോഗ്രാഫി ആണ് നമുക്ക് സബ്ജക്റ്റിൻ്റെ അണ്ടറിൽ സിലബസിൻ്റെ അണ്ടറിൽ പഠിക്കാനുള്ളത്. അതിൽ നമ്മൾ ആൻഷ്യൻ്റ് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ആദ്യത്തെ 2 യൂണിറ്റാണ് ആൻഷ്യൻ്റ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്നത്. ഫസ്റ്റ് യൂണിറ്റ് വന്നിട്ട് നെഗോഷിയേറ്റിൻ്റെ സോഴ്സസ് ആണ് അല്ലേ, അതായത് ആൻഷ്യൻ്റ് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന സോഴ്സസ്. അതിൽ ലിറ്റററി സോഴ്സസ് ഉണ്ട്, ആർക്കിയോളജിക്കൽ സോഴ്സസ് ഉണ്ട്. അതിൽ ലിറ്റററി സോഴ്സിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ പ്രധാനമായിട്ടും വേദിക് ലിറ്ററേച്ചർ, അതുപോലെ ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചർ. നമുക്ക് ലാസ്റ്റ് ഈ കഴിഞ്ഞ 2025 ഡിസംബർ എക്സാമിൽ നമുക്ക് ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ വേദിക് ലിറ്ററേച്ചറായിട്ട് ബന്ധപ്പെട്ട് ഏത് ഋഗ്വേദയിൽ ഏത് മണ്ഡലയിലാണ് 10 കിങ്സിൻ്റെ ബാറ്റിൽസ് പറയുന്നത് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് നമ്മൾ സോഴ്സസിൻ്റെ അണ്ടറിൽ വേദിക് ലിറ്ററേച്ചറും ബുദ്ധിസ്റ്റ് ലിറ്ററേച്ചറും ആണ് നമുക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഈ ഒരു നമ്മുടെ ടോട്ടലി നമ്മുടെ ടോപ്പിക്കുകൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ടോപ്പിക്കാണ് സോഴ്സസ്, ആൻഷ്യൻ്റ് ഇന്ത്യൻ സോഴ്സസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് നിയോളിത്തിക്, ചാൽക്കോളിത്തിക്, പാലിയോളിത്തിക് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സെറ്റിൽമെൻറ്റ് പാറ്റേൺസ്, സൈറ്റുകൾ ഏതൊക്കെയാണ്, ആ ഒരു സൈറ്റുകൾ ഇപ്പോൾ പാലിയോളിത്തിക് സൈറ്റുകളാണെങ്കിൽ ആ ഒരു സൈറ്റുകൾ നിലകൊള്ളുന്ന സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ലൊക്കേഷൻ ഏതാണ് എന്നുള്ള രീതിയിലും നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അടുത്തതായിട്ട് നമുക്കറിയാം, നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഇൻഡസ് വാലി സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ആർക്കിയോളജി, അതിൻ്റെ ഡിസ്കവറി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ സെറ്റിൽമെൻറ്റ് പാറ്റേൺ, ഡിക്ലൈൻ ഓഫ് ഇൻഡസ് വാലി സിവിലൈസേഷനൊക്കെ നമുക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. അതിനുശേഷം വരുന്നത് വേദിക് ഏജസ് ആണ്. അതുപോലെ മഹാജനപദാസ്, നമുക്കറിയാം 16 മഹാജനപദാസ് ഉണ്ട്. ഈ ഓരോ മഹാജനപദാസിൻ്റെ ക്യാപിറ്റൽ, അതുപോലെ മോഡേൺ ലൊക്കേഷനൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ റിലീജിയസ് സെക്റ്റുകളാണ് ബുദ്ധിസം, ജൈനിസം, അജീവികാസ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ്, ലിറ്ററേച്ചറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇതാണ് നമുക്ക് ഫസ്റ്റ് യൂണിറ്റിൽ മെയിനായിട്ട് നോക്കാനുള്ളത്. അതിൽ തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയാസ് ആണ് ലിറ്റററി സോഴ്സസ്, അതുപോലെ തന്നെ സൈറ്റുകൾ, പിന്നെ ഈ ഒരു റിലീജിയസ് സെക്റ്റുകളുടെ പ്രിൻസിപ്പിൾസ് ഒക്കെയാണ് നമുക്ക് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ സെക്കൻഡ് യൂണിറ്റിലേക്ക് വരികയാണെങ്കിൽ ഫ്രം സ്റ്റേറ്റ് ടു എംപയർ ആണ്. അതായത് നമുക്ക് അതിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് മൗര്യൻ എംപയർ, അതുപോലെ ഗുപ്ത ഡൈനാസ്റ്റിയൊക്കെയാണ്. മൗര്യൻ എംപയറിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും ഒരു പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ് മൗര്യൻ എംപയറുമായിട്ട് ബന്ധപ്പെട്ടത് അർത്ഥശാസ്ത്ര അല്ലേ. അർത്ഥശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ മൗര്യൻ എംപയറിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ അശോക അല്ലേ, ദ ഗ്രേറ്റ് അശോകൻ്റെ എഡിക്റ്റുകൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തന്നെ 14 റോക്ക് എഡിക്റ്റുകളായിട്ട് ബന്ധപ്പെട്ട് ഓരോ റോക്ക് എഡിക്റ്റിലും എന്താണ് പറയുന്നത് എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ ഗുപ്ത ഡൈനാസ്റ്റിയിലേക്ക്, ഗുപ്ത എംപയറിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ഗോൾഡൻ ഏജ് എന്നൊക്കെ പറയുന്ന ആർക്കിടെക്ചറിലും ലിറ്ററേച്ചറിലും ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് നടന്നിട്ടുള്ള ഒരു ഏജാണ് ഗുപ്ത ഏജ് എന്ന് പറയുന്നത്. അതുപോലെ ഗുപ്ത മൗര്യ ആർക്കിടെക്ചർ, മൗര്യാൻ എംപയറിന് ശേഷം പോസ്റ്റ് മൗര്യൻ ഡൈനാസ്റ്റീസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇനി നമ്മൾ തേർഡ് യൂണിറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം 6th സെഞ്ച്വറി കാലഘട്ടത്തിൽ ഗുപ്ത എംപയർ തകർക്കപ്പെടുകയും അതിനുശേഷം ഇന്ത്യയിൽ ഒരുപാട് റീജിയണൽ ഡൈനാസ്റ്റീസ് ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. എമർജൻസ് ഓഫ് റീജിയണൽ കിങ്ഡംസ് എന്ന് പറഞ്ഞിട്ടുള്ള തേർഡ് യൂണിറ്റിൽ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് ഗുപ്ത എംപയറിൻ്റെ തകർച്ചയ്ക്ക് ശേഷം നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും വെസ്റ്റേൺ ഇന്ത്യയിലേക്ക് ഉയർന്നു വന്നിട്ടുള്ള ഡൈനാസ്റ്റീസിനെ കുറിച്ചിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിന് നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം ഗുർജാര പ്രതിഹാരാസ്, ചാമനാസ്, കാലാചൂരീസ് ഒക്കെയാണ് പ്രധാനപ്പെട്ട ഡൈനാസ്റ്റീസ്. സൗത്ത് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ പല്ലവാസ്, ചോളാസ്, ചേരാസ്, പാണ്ഡ്യാസ് ഒക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. സൗത്ത് ഇന്ത്യയിൽ കുറച്ചുകൂടി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ് ചോളാസിലെ റൂളേഴ്സ്. നമുക്കറിയാം
രാജേന്ദ്രയ്ക്ക് ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് മിലിറ്ററി കോൺക്വസ്റ്റുകളൊക്കെ നടന്നിട്ടുണ്ട്. ആ ഒരു മിലിറ്ററി കോൺക്വസ്റ്റുകളുടെ ക്രൊണോളജി നമ്മളോട് ചോദിക്കാറുണ്ട്. അതുപോലെ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഡൈനാസ്റ്റീസിലെ റൂളേഴ്സിൻ്റെ ക്രൊണോളജി നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ ഈസ്റ്റേൺ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് പാലാസ് എന്ന് പറയുന്നത്. പാലാസ് ഓഫ് ബംഗാൾ, അതുപോലെ സേനാസ് ഒക്കെ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ നമുക്ക് ഈ ഒരു തേർഡ് യൂണിറ്റിൽ ഒരുപാട് ഡൈനാസ്റ്റീസിൻ്റെ ക്രൊണോളജി ആയിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ലാസ്റ്റ് എക്സാമിൽ ചാലൂക്യാസിൻ്റെ, രാഷ്ട്രകൂടാസിൻ്റെ, അതുപോലെ പല്ലവാസിൻ്റെ ക്രൊണോളജിയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇത് കൂടാതെ നമുക്ക് തേർഡ് യൂണിറ്റിലുള്ളത് ടെമ്പിൾ ആർക്കിടെക്ചർ, തമിഴ് ഭക്തി മൂവ്മെൻ്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് തേർഡ് യൂണിറ്റിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമ്മൾ പറഞ്ഞത് ആദ്യത്തെ 2 യൂണിറ്റ്, ഫസ്റ്റ് യൂണിറ്റും സെക്കൻഡ് യൂണിറ്റും ആൻഷ്യൻ്റ് ഇന്ത്യയുടെ അണ്ടറിലും, തേർഡ് യൂണിറ്റ് വന്നിട്ട് നമുക്ക് ഏർലി മിഡീവൽ ഇന്ത്യ ആണ് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ 4th യൂണിറ്റിലേക്ക് വരുന്ന സമയത്ത് 4, 5, 6 ഈ 3 യൂണിറ്റുകളും നമുക്ക് മിഡീവൽ ഇന്ത്യ ആയിട്ട് ബന്ധപ്പെട്ടാണ് പഠിക്കാനുള്ളത്. അതിൽ 4th യൂണിറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് സോഴ്സസ് ഓഫ് മിഡീവൽ ഇന്ത്യ ആണ് അല്ലേ. മിഡീവൽ ഇന്ത്യ ആയിട്ട് ബന്ധപ്പെട്ട് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട സോഴ്സസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ മിഡീവൽ ഇന്ത്യയിൽ ഒരുപാട് ഫോറിൻ ട്രാവലേഴ്സ് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് ട്രാവലേഴ്സ്, അവരുടെ നാഷണാലിറ്റി ഏതാണ്, അവർ മിഡീവൽ ഇന്ത്യയിൽ ഏത് റൂളേഴ്സിൻ്റെ കാലഘട്ടത്തിലാണ് വന്നിട്ടുള്ളത് എന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു 4th യൂണിറ്റിൽ ഡിഫറെൻറ്റ് മിഡീവൽ ഡൈനാസ്റ്റീസ് ആണ് പഠിക്കാനുള്ളത് അല്ലേ. അതിൽ ഡൽഹി സുൽത്താനേറ്റ്, മുഗൾ എംപയർ, ബാമനീസ്, അതുപോലെ തന്നെ നമുക്ക് മറാത്താസുമായിട്ട് ബന്ധപ്പെട്ട് വിജയനഗര എംപയറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവരുടെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയാണ് നമുക്ക് പ്രധാനമായിട്ടും 4th യൂണിറ്റിൽ പഠിക്കാനുള്ളത്. നമ്മൾ 3rd യൂണിറ്റിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ റൂളേഴ്സിൻ്റെ ക്രൊണോളജിക്കലി റൂളേഴ്സിനെ അറേഞ്ച് ചെയ്യുക എന്നുള്ള രീതിയിലും നമുക്ക് 4th യൂണിറ്റിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ലാസ്റ്റ് എക്സാമിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സോഴ്സസ് ഓഫ് മിഡീവൽ ഇന്ത്യ ആയിട്ട് ബന്ധപ്പെട്ട്, മിഡീവൽ സോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ലെവൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അല്ലേ. ഇനി 5th യൂണിറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് കുറവ് വരുന്ന ഒരു ഏരിയ ആണ് 5th യൂണിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ 4th യൂണിറ്റിൽ പറഞ്ഞിട്ടുള്ള ഡൈനാസ്റ്റീസിൻ്റെ, അതായത് ഡൽഹി സുൽത്താനേറ്റ് ആയിക്കോട്ടെ, മുഗൾ എംപയർ, ബാമനീസ്, വിജയനഗര, മറാത്താസ്, ഇവരുടെയൊക്കെ അഡ്മിനിസ്ട്രേഷൻ അതുപോലെ എക്കോണമി ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് 5th യൂണിറ്റിൽ പഠിക്കാനുള്ളത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ അല്ല, എന്നാലും മിഡീവൽ അഡ്മിനിസ്ട്രേഷൻ ടേംസുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് 5th യൂണിറ്റിൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. 6th യൂണിറ്റിലേക്ക് വരാണെങ്കിൽ നമ്മൾ 6th പറഞ്ഞു മിഡീവൽ ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന ഒരു യൂണിറ്റ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുള്ള ഡൈനാസ്റ്റീസിൻ്റെ, മിഡീവൽ ഡൈനാസ്റ്റീസിൻ്റെ സൊസൈറ്റി ആൻഡ് കൾച്ചർ ആണ് 6th യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ പ്രധാനമായിട്ടും ഭക്തി മൂവ്മെൻ്റ് ഉണ്ട്. മിഡീവൽ ഭക്തി മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഭക്തി സെയിൻസ് ആരൊക്കെയാണ്, അവരുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ സൂഫിസം, നമുക്ക് ഡിഫറെൻറ്റ് സൂഫി സിൽസിലാസ് ഉണ്ട് അല്ലേ. ഈ ഒരു സിൽസിലാസ് ഒക്കെ ഇന്ത്യയിലെ ഏത് ഏരിയയിലാണ് ഉയർന്നു വന്നിട്ടുള്ളത്, ഈ ഒരു സിൽസിലാസ് സൂഫീസുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട സൂഫി സയൻസ് ആരൊക്കെയാണ്, അവരുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ സിഖ് ഗുരൂസിൻ്റെ കോൺട്രിബ്യൂഷൻസ് അവരെ ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യുക എന്നുള്ള രീതിയിലും നമുക്ക് 6th യൂണിറ്റിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പിന്നെ നമുക്ക് 6th യൂണിറ്റിലുള്ളത് മിഡീവൽ ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ, അതുപോലെ മ്യൂസിക്, ഒരുപാട് സാൻസ്ക്രിറ്റ് ടെക്സ്റ്റുകൾ പേർഷ്യൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടെക്സ്റ്റുകളായിട്ട് ബന്ധപ്പെട്ടും നമുക്ക് 6th യൂണിറ്റിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇനി 7th യൂണിറ്റിലേക്ക് വരാണെങ്കിൽ നമ്മൾ പറഞ്ഞു 4, 5, 6 മിഡീവൽ ഇന്ത്യയുടെ അണ്ടറിലാണ് അല്ലേ. ഇനി 7, 8, 9 ഈ ഒരു 3 യൂണിറ്റും നമ്മൾ മോഡേൺ ഇന്ത്യയുടെ അണ്ടറിലാണ് പഠിക്കുന്നത്. 7th യൂണിറ്റിൻ്റെ നെയിം പറയുകയാണെങ്കിൽ സോഴ്സസ് ഓഫ് മോഡേൺ ഇന്ത്യ ആണ് അല്ലേ. നമുക്ക് ഫസ്റ്റ് ടോപ്പിക്ക് വന്നിട്ട് മോഡേൺ ഇന്ത്യ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട സോഴ്സസ് ആണ് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത്. അതിൽ മോഡേൺ ഇന്ത്യ ആയിട്ട് ബന്ധപ്പെട്ട് പെയിൻറ്റിങ്സ്, ലിറ്റററി വർക്ക്സ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ 7th യൂണിറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് നമുക്കറിയാം ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് ഒരുപാട് യൂറോപ്യൻസ് വന്നിട്ടുണ്ട് അല്ലേ. ആ ഒരു യൂറോപ്യൻസ് വന്നിട്ടുള്ള ക്രൊണോളജി, അവർ ഇന്ത്യയിൽ ഫാക്ടറീസ് സ്ഥാപിച്ചിട്ടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ ക്രൊണോളജി എന്നുള്ള രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമുക്കറിയാം ഇന്ത്യയിലേക്ക് ആദ്യം വന്നത് പോർച്ചുഗീസുകാരാണ്, അതിനുശേഷം ഡച്ചുകാർ, പിന്നെ ഇംഗ്ലീഷ്, ഫ്രഞ്ച്. ഈ ഓരോ
യൂറോപ്യൻസ് ഇന്ത്യയിലേക്ക് വരുന്നത്, ആരൊക്കെയാണ് വന്നിട്ടുള്ളത്, അവരെവിടെയൊക്കെയാണ് ട്രേഡ് സെൻറ്റേഴ്സ് സ്ഥാപിച്ചിട്ടുള്ളത് എന്നതൊക്കെ നമുക്ക് 7th യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഇത്രയും യൂറോപ്യൻസ് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും അവരെയൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയെ ഒരു കോളനിയാക്കി മാറ്റുന്നത് ബ്രിട്ടീഷുകാരാണ് അല്ലേ. ബ്രിട്ടീഷുകാർ അവരുടെ എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ വിവിധ ടെറിട്ടറീസിലേക്ക്, വിവിധ അന്ന് നാട്ടുരാജ്യങ്ങളാണ് അല്ലേ, വിവിധ സ്റ്റേറ്റുകളിലേക്ക് അവരുടെ എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കോൺക്വസ്റ്റുകൾ നടക്കുന്നുണ്ട്. അങ്ങനെ ആംഗ്ലോ മറാത്ത, ആംഗ്ലോ മൈസൂർ, സിക്ക്, അതുപോലെ പഞ്ചാബ് കോൺക്വസ്റ്റുകളൊക്കെ നടക്കുന്നുണ്ട്. ഈ ഒരു ബ്രിട്ടീഷ് എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള യുദ്ധങ്ങൾ, അതിൻ്റെ ട്രീറ്റീസ്, അതിൻ്റെ ഇയേഴ്സ് ഒക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യുക എന്നുള്ള രീതിയിൽ നമുക്ക് 7th യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എക്സ്പാൻഷൻ ഓഫ് ബ്രിട്ടീഷ് എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് വരുന്നത് 1857 റിവോൾട്ട് ആണ് അല്ലേ. 1857 റിവോൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഈ ഒരു റിവോൾട്ട് ഉണ്ടായിട്ടുള്ളത്, ആരൊക്കെയാണ് പ്രധാനപ്പെട്ട ലീഡേഴ്സ്, അതുപോലെ ഈ ഒരു റിവോൾട്ടിനെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരുടെ സൈഡിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ആൾക്കാർ ആരൊക്കെയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 1857 റിവോൾട്ട് എന്നുള്ളത്. ഇനി നമുക്ക് 7th യൂണിറ്റിൽ പഠിക്കാനുള്ളത് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ആണ് അല്ലേ. ഇന്ത്യയിലെ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ സ്മൂത്ത് ആക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് ആക്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ആക്റ്റുകൾ, ഓരോ ആക്റ്റിലും എന്തൊക്കെ ചേഞ്ചസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് എക്സാമിൽ നമുക്ക് ആക്റ്റുകളായിട്ട് ബന്ധപ്പെട്ട് 1909 ആക്ട് 1919 ആക്ട് വന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ 8th യൂണിറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം കൊളോണിയൽ എക്കോണമി ആണ് അല്ലേ. ബ്രിട്ടീഷുകാർ വരുന്നു, ഇന്ത്യ ഒരു കോളനിയാക്കി മാറ്റുന്നു, പിന്നീട് അവർ ഒരുപാട് റിഫോംസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, അതുപോലെ ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യൻ പ്രസ്, പിന്നീട് ഇന്ത്യ റിനൈസൻസ് വരുന്നു അല്ലേ. ബംഗാളിലൊക്കെ ഒരുപാട് റിഫോമേഴ്സ് റിനൈസൻസ് കൊണ്ടുവരുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സോഷ്യൽ റിഫോം ഓർഗനൈസേഷൻസ്, അതിൽ പ്രധാനപ്പെട്ട റിഫോമേഴ്സ് ആരൊക്കെയാണ്, വളരെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഡെവലപ്മെൻറ്റ് ഓഫ് പ്രസ്, ഇന്ത്യ റിനൈസൻസ്, കൊമേഴ്ഷ്യലൈസേഷൻ, അതുപോലെ തന്നെ ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ്സ് ഒക്കെയാണ് നമുക്ക് 8th യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഇനി 9th യൂണിറ്റിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഫസ്റ്റ് ടോപ്പിക് വന്നിട്ട് റൈസ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു റൈസിന് ശേഷം പിന്നീട് അവർ മോഡറേറ്റ്സ്, എക്സ്ട്രീമിസ്റ്റ് എന്നിങ്ങനെ 2 രീതിയിൽ തിരിയുന്നുണ്ട്. പിന്നീട് അവരുടെ പ്രവർത്തനങ്ങളൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. അതിനുശേഷം ഗാന്ധി വരുന്നു, ഗാന്ധി ആൻഡ് മാസ് മൂവ്മെൻറ്റ്സ്, ലെഫ്റ്റ് വിങ് പൊളിറ്റിക്സ്, അതുപോലെ തന്നെ നമുക്ക് 9th യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. പിന്നീട് ഇൻഡിപെൻഡൻസിലേക്ക് വരുന്നു. ഇൻഡിപെൻഡൻസിന് ശേഷം ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ്, ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഒക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും. നമുക്കറിയാം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കമ്മീഷന് വെക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇതാണ് നമുക്ക് 9th യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. ഇതോടുകൂടി നമ്മൾ മോഡേൺ ഇന്ത്യ അവസാനിപ്പിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് ഹിസ്റ്റോറിയോഗ്രാഫി ആണല്ലേ. ഹിസ്റ്റോറിയോഗ്രാഫിയിലേക്ക് വരികയാണെങ്കിൽ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട് ഡിഫറെൻറ്റ് സ്കോളേഴ്സിൻ്റെ ഒപ്പീനിയൻസ്, പ്രധാനപ്പെട്ട ഡെഫിനിഷൻസ് എന്തൊക്കെയാണ്, പിന്നെ നമുക്ക് കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്നത് ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട് ബുക്സ് ആൻഡ് ഓതേഴ്സ് ആണല്ലേ. ഡിഫറെൻറ്റ് ബുക്സ്, അത് ആരാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സ്കൂൾസ് ഓഫ് ഹിസ്റ്റോറിയോഗ്രാഫി അല്ലേ. ഗ്രീക്ക് ഹിസ്റ്റോറിയോഗ്രാഫി, റോമൻ ഹിസ്റ്റോറിയോഗ്രാഫി, മിഡീവൽ ചർച്ച് ഹിസ്റ്റോറിയോഗ്രാഫി ആയിട്ട് ബന്ധപ്പെട്ടും, അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് 10th യൂണിറ്റിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമുക്കറിയാം ഒരു വാസ്റ്റ് സിലബസ് ആണ്, എന്നാൽ എല്ലാ യൂണിറ്റിലും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഈ ഒരു കംപ്ലീറ്റ് സിലബസ് ഒരു പെർട്ടിക്കുലർ ടൈം കൊണ്ട് പഠിച്ചു തീർക്കുക എന്നുള്ളത് അത്ര തന്നെ പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. എന്നാൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ടുള്ള വിശകലനം നടത്തുകയാണെങ്കിൽ, അതിനനുസരിച്ച് നമ്മൾ യൂണിറ്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു ഏരിയാസ് കവർ ചെയ്യാനും എക്സാമിന് ക്വാളിഫൈ ചെയ്യാനും പറ്റുന്നതായിരിക്കും. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ്. നമ്മുടെ ഹിസ്റ്ററിയുടെ സബ്ജക്റ്റ് സിലബസ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്